സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2026 സമസ്ത പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ് ഫിഖ് ഇന്ന് നടന്ന ഫിഖിൻ്റെ പരീക്ഷയുടെ ഉത്തരങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോയാണ്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഏകദേശം ഒരാഴ്ചത്തോളമായി നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരാകാംക്ഷയുണ്ടാകും, ഏതു രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, എൻ്റെ കുട്ടി എഴുതിയിട്ടുണ്ടാകുമോ എന്നറിയാനുള്ള ആ ഒരു ആകാംക്ഷയുണ്ടാകും. അതോടൊപ്പം തന്നെ എത്രത്തോളം എൻ്റെ കുട്ടിക്ക് ശരിയായ ആൻസർ എഴുതാൻ കഴിഞ്ഞു, ഏതൊക്കെയാണ് ശരിയായത്, എവിടെയൊക്കെയാണ് പിഴച്ചത് എന്ന് വിലയിരുത്താനും ശരികൾ മനസ്സിലാക്കാനും തെറ്റുകൾ തിരുത്തി മനസ്സിലാക്കാനും സഹായകമാകും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയൊന്നും ദുരുപയോഗം ചെയ്യരുത് എന്നുകൂടെ അറിയിക്കുന്നു. ഒന്നാമത്, നമ്മൾ പറഞ്ഞ രൂപത്തിലൊക്കെ തന്നെയാണ് ഇതിൽ ചോദ്യങ്ങൾ കാണുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ മോഡൽ ചോദ്യപേപ്പർ കുട്ടികൾക്ക് അതുപോലെ തന്നെ പഠിപ്പിച്ചു കൊടുത്ത രക്ഷിതാക്കൾക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ടാകും. ശരിക്ക് നേരെ ശരി അടയാളപ്പെടുത്താം എന്ന ചോദ്യമാണ്. അതിൽ ഷഹാദത്ത് കലിമ 3 ആകുന്നു, 2 ആകുന്നു, 2 ആകുന്നു, അതാണ് ശരി. രണ്ടാമത്തത്, നിസ്കാരം ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ്. മൂന്നാമത്തത്, ബോധക്ഷയം ഉണ്ടായാൽ വുളൂ മുറിയും മുറിയുകയില്ല. ഏതാണ് ശരിയായത്? മുറിയും എന്നതാണ് ശരിയായത്. നമ്മൾ ബുദ്ധിയുടെ വക്തിരിവ് നീങ്ങുക എന്ന വുളൂ മുറിയുന്ന കാര്യത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നല്ലോ. ഉറങ്ങുക, ഭ്രാന്ത്, ബോധക്ഷയം മുതലായവ കൊണ്ട് വുളൂ മുറിയും എന്നുള്ളത് കുട്ടികൾ ശരിയാക്കിയിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. നാലാമത്തത്, വുളൂയിൽ തല കഴുകണം എന്നാണ്, തടവണം എന്നാണ്. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. രണ്ടാമത്തത്, വലത് കൈ ഉൾപ്പെടെ കഴുകുക. ഏതാണ്? മുട്ടുൾപ്പെടെ കഴുകുക എന്നതാണ്. പിന്നെ മൂന്നാമത്തത്, ചെവി രണ്ടും തടവുക. 4, വലതു കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. 5, വുളൂയിൽ എല്ലാം 3 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ഇതാണ് അത് യോജിപ്പിക്കുന്ന രൂപം. ഇനി അടുത്തത്, 5 സമയങ്ങളിലായി നിർവഹിക്കേണ്ട നിസ്കാരങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹ്. കുട്ടികൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ബുദ്ധിയുടെ വക്തിരിവ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവയൊക്കെ എന്താണ്? ബുദ്ധിയുടെ വക്തിരിവ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ അത് തന്നെ എഴുതിയിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ഇനി അടുത്തത്, വരച്ചു യോജിപ്പിക്കാം. ഒരു വെറൈറ്റി ചോദ്യമാണ്. അങ്ങനെ ആരും പരിചയപ്പെടാത്ത രൂപത്തിലുള്ള ഒരു മോഡൽ ചോദ്യം. കുട്ടികളെങ്ങനെ അതിനെ കൈകാര്യം ചെയ്തു എന്നൊന്ന് ചോദിച്ചു നോക്ക്. അതിലൊന്നാമത്തത്, നബിയിൽ അവൻ്റെ ഉമ്മയുടെ കൈ പിടിച്ചാൽ വുളൂ വരക്കാനാണ്. അപ്പോൾ മുറിയുകയില്ല എന്നുള്ളിടത്തേക്കാണ് വരക്കേണ്ടത്. കാരണം ഉമ്മയുടെ കൈ പിടിച്ചാൽ വുളൂ മുറിയില്ലല്ലോ. നബീഹ അവളുടെ ഉപ്പയുടെ, അപ്പോൾ ഉപ്പയും മോളുമാണ്. കൈ പിടിച്ചാൽ വുളൂ മുറിയുകയില്ല. ഈ നജീബ് അവൻ്റെ സഹോദരിയുടെ കൈ പിടിച്ചാൽ വുളൂ മുറിയുകയില്ല. കാരണം നജീബിൻ്റെ സഹോദരിയാണ്. അപ്പോൾ 3 മുറിയുകയില്ല എന്നാണ്. നല്ല രൂപത്തിൽ പഠിക്കാത്തവർക്ക് അല്പം പ്രയാസം ഉണ്ടാകും. കാരണം ആദ്യത്തെ 3 മുറിയുകയില്ല എന്നുള്ളതിലേക്ക് വരച്ചു കൊടുക്കാൻ അവർക്ക് ചിലപ്പം പ്രയാസം ഉണ്ടാവും. അറിയുന്നവർക്കാണെങ്കിൽ പിന്നൊരു കുഴപ്പമില്ല. നാലാമത്തത്, വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊട്ടാൽ എന്താവും? വുളൂ മുറിയും. അപ്പോൾ അത് മുറിയും എന്നുള്ളതിലേക്കാണ് വരക്കേണ്ടത്. ഇനി ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യം, മുൻകൈയിൻ്റെ ഏതു ഭാഗം കൊണ്ട് ഗുഹ്യ സ്ഥാനം തൊട്ടാലാണ് വുളൂ മുറിയുക? മുൻകൈയിൻ്റെ പള്ള കൊണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മുൻകൈയിൻ്റെ പള്ള കൊണ്ടാണ്. അതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് തൊട്ടാൽ വുളൂ മുറിയില്ല. നമ്മുടെ ആ ഭക്ഷണം കഴിക്കുന്ന ഉള്ളം കൈ അതുകൊണ്ട് തൊട്ടാലാണ് വുളൂ മുറിയുക. രണ്ടാമത്തത്, വുളൂയിൽ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നുള്ളതാണ് കരുതാനുള്ളത്. ഏറ്റവും ലാസ്റ്റ് ചോദ്യം പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ്. അതിലൊന്ന്, നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. 2, നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. മൂന്നാമത്തത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നിങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ?
ഏതെങ്കിലും ചോദ്യങ്ങൾ അവൻ തെറ്റിച്ചോ? മുഴുവൻ മാർക്കും നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? നമ്മുടെ വീഡിയോകളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെക്കുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക.